കെട്ടിപ്പിടിക്കുന്നവൻ അഥവാ മുറുകെ പിടിക്കുന്നവൻ. ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്രായേലിന്റെ പാപം കണ്ടിട്ട്, ഇസ്രായേലിന്റെ മ്ലേച്ഛത കണ്ടിട്ട് ദൈവത്തെ കെട്ടിപ്പിടിക്കുന്ന, മുറുകെ പിടിക്കുന്ന, ആശ്രയത്തിന് വേണ്ടി മുറുകെ പിടിക്കുന്നവൻ എന്നർത്ഥമുള്ള പേരാണ് ഹബക്കുക്കിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ പേര് പോലെ തന്നെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനായിരുന്നു. നമ്മുടെയൊക്കെ പേരിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ അല്ലെ? ഗൂഗിളിൽ നിന്ന് നോക്കണം നമ്മുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന്. എന്നിട്ട് ആ സ്വഭാവം നമുക്കുണ്ടോ എന്ന് ഒന്ന് വിശകലനം ചെയ്യണം. ഓക്കെ, നമ്മുടെ പേരിന്റെ അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, യഹൂദ രാജ്യത്തോടാണ് ഈ ഹബക്കുക്ക് പ്രവാചകൻ തന്നെ പ്രവചനമൊക്കെ നടത്തിയത്. ആ രാജ്യത്തിന്റെ മരണാസന്നമായ അവസ്ഥയിലാണ് ഈ പ്രവാചകൻ അവിടെ പ്രവചിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. യഹൂദ രാജ്യത്തിന്റെ മരണാസന്നമായ അവസ്ഥ എന്താണെന്നറിയാമോ? അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-13-14 വാക്കുകൾ വായിക്കുമ്പോ രണ്ടാമത്തെ വാക്യം, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസമത്വം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നോക്കൂ, യഹൂദ ജനം ഇപ്പോ ദൈവത്തെ മറന്നിട്ട് സാഹസത്തിൽ പെരുകി മരണാസന്നമായിരിക്കുന്ന അവസ്ഥയിൽ, ദൈവ തേജസ് നഷ്ടപ്പെട്ട്, ദൈവമായിട്ടുള്ള ബന്ധവും അവർക്ക് നഷ്ടപ്പെട്ട് മരണാസന്നതയിൽ നിൽക്കുന്ന സമയത്ത് പ്രവചിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ ബാബിലോൺ രാജ്യം, ഇന്നത്തെ ഇറാഖ്, ബാബിലോൺ വന്ന് യഹൂദയെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരി ജീവൻ പോലും ഇല്ലാത്ത രീതിയിൽ യഹൂദയെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആലയം നശിപ്പിച്ചു കളഞ്ഞതുപോലെ തന്നെ യഹൂദ രാജ്യത്തെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. മുന്തിരിത്തോട്ടങ്ങളും കൃഷിഫലങ്ങളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? പ്രവാചകന്മാർ മുഖാന്തരം ഒത്തിരി തവണ യഹൂദ ജനത്തിന് വാണിംഗ് ദൈവം കൊടുത്തു. എന്നാൽ അവരെന്ത് ചെയ്തു? വാണിംഗ് എല്ലാം അവർ തള്ളിക്കളഞ്ഞതിന് ശിക്ഷയായിട്ട് ദൈവം എന്ത് ചെയ്തു? ബാബേലിനെ വരുത്തി യഹൂദയെ ശിക്ഷിക്കുന്ന ഭാഗമാണ് നമുക്ക് ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഹബക്കുക്കിന്റെ കാലം വേഗത്തിൽ പോവുകയാണെ. നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി എടുക്കുക. മേ ബി നിങ്ങൾക്ക് മൺഡേയോ ട്യൂസ്ഡേയിലേക്കോ നിങ്ങളുടെ നോട്ട്സ് അവിടെ തിരുവനന്തപുരത്ത് എത്തത്തക്ക രീതിയിൽ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹബക്കുക്കിന്റെ കാലഘട്ടമാണ് നമ്മൾ നോക്കുന്നത്. ഹബക്കുക്കിന്റെ കാലഘട്ടത്തെ പറ്റി വ്യക്തമായ നമുക്കൊരു തെളിവ് ലഭിക്കുന്നില്ല എങ്കിലും ബാബിലോണിന്റെ ആക്രമണ സാധ്യതയെ പറ്റി പ്രവാചകൻ പറയുന്നത് കൊണ്ട് ഏകദേശം 640-നും 609-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ ഹബക്കുക്കിന്റെ പ്രവചന കാലഘട്ടം അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം BC 640-നും 609-നും ഇടയ്ക്ക് ആ കാലഘട്ടത്തിലാണ് ബാബേൽ വന്നിട്ട് യഹൂദയെ ആക്രമിച്ച് നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് വേദപഠിതാക്കൾ കൂടുതലും പറയുന്നത് ഏകദേശം BC 640-നും 609-നും ഇടയ്ക്കാണ് ഹബക്കുക്കിന്റെ പ്രവചന കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഈ പുസ്തകത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ വേഗത്തിൽ നമുക്കൊന്ന് പോകാം. നമുക്ക് 3 അധ്യായങ്ങൾ. ഹബക്കുക്ക് പ്രവാചകൻ എത്ര അധ്യായങ്ങളാണ്? അധ്യായങ്ങൾ 3, 56 വാക്യങ്ങൾ. 56 വാക്യങ്ങൾ, 12 ചോദ്യങ്ങൾ, 20 മുന്നറിയിപ്പുകൾ, 11 പ്രവചനവാക്യങ്ങൾ.
11 പ്രവചനവാക്യങ്ങൾ. ഓക്കെ, ഇനി ഇതിന്റെ രൂപരേഖ, ഈ ഹബക്കൂക്ക് പ്രവാചക പുസ്തകത്തിന്റെ രൂപരേഖ എഴുതിക്കോ. 1, വിശ്വാസത്തിന്റെ പോരാട്ടം. 1, വിശ്വാസത്തിന്റെ പോരാട്ടം. വിശ്വാസത്തിന്റെ പോരാട്ടം. അധ്യായം 1ഉം 2ഉം. അധ്യായങ്ങൾ 1ഉം 2ഉം. അതിനകത്ത് ഈ രൂപരേഖയുടെ വിശ്വാസത്തിന്റെ പോരാട്ടം അധ്യായം 1ഉം 2ഉം. അതിന്റെ ഒരു സബ് പോയിന്റ് എഴുതിക്കോ. ഹബക്കൂക്കിന്റെ പരാതി 1 മുതൽ 4 വരെ. ഹബക്കൂക്കിന്റെ പരാതി 1 മുതൽ 4 വരെ. ഹബക്കൂക്കിന്റെ പരാതി. ബി, ദൈവത്തിന്റെ മറുപടി. ഹബക്കൂക്കിന്റെ പരാതി 1 മുതൽ 4 വരെ. ദൈവത്തിന്റെ മറുപടി 1:5 മുതൽ 11 വരെ. ഒന്നിന്റെ 5 മുതൽ സി, ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നു. 1:12 മുതൽ 17 വരെ. 1:12 മുതൽ 17 വരെ. ഇനി ഡി, പ്രാർത്ഥനയിലുള്ള കാവൽ. പ്രാർത്ഥനയിലുള്ള കാവൽ. പ്രാർത്ഥനയിലുള്ള കാവൽ. 2:1 മുതൽ 6 വരെ. പ്രാർത്ഥനയിലുള്ള കാവൽ 2:1 മുതൽ 6 വരെ. അടുത്തത് ഈ 5 കഷ്ടങ്ങൾ. 5 കഷ്ടങ്ങൾ. രണ്ടാം അധ്യായം 6 മുതൽ 20 വരെ. 2:6 മുതൽ 20 വരെ. അപ്പോ രൂപരേഖയിൽ നമ്മൾ ആദ്യം എഴുതിയ വിശ്വാസത്തിന്റെ പോരാട്ടമാണ് ഒന്നാമത് എഴുതിയത്. 1, വിശ്വാസത്തിന്റെ പോരാട്ടം. അത് എത്ര അധ്യായങ്ങളാണ്? 1 മുതൽ 1ഉം 2ഉം അധ്യായങ്ങൾ. ആ 1ഉം 2ഉം അധ്യായങ്ങളിലെ വിഭജനങ്ങളാണ് നമ്മൾ വായിച്ചത്. 5 വിഭജനങ്ങളാണ് നമ്മൾ എഴുതിയത്. ഇനി അടുത്ത ടൈറ്റില് വിശ്വാസത്തിന്റെ വിജയം. ആദ്യം നമ്മൾ എഴുതി വിശ്വാസത്തിന്റെ പോരാട്ടം. 2, വിശ്വാസത്തിന്റെ വിജയം. മൂന്നാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കിട്ടിയോ? ഇതാണ് പുസ്തകത്തിന്റെ ഏകദേശം രൂപരേഖ എന്ന് പറയുന്നത്.
അപ്പൊ 1-ാം അധ്യായത്തിൽ ഹബക്കൂക്കിന്റെ പരാതി, 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 1-ാം അധ്യായം ഹബക്കൂക്കിന്റെ പരാതിയാണ്. ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ ഇത്രയും എഴുതി. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വേഗത്തിൽ മുമ്പോട്ട് പോകണം. 1-ാം അധ്യായം 2 മുതൽ നമ്മൾ വായിച്ചത് ഹബക്കൂക്കിന്റെ പരാതിയാണ്. എന്താണ് പരാതി? ദൈവം എത്രത്തോളം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, എത്രത്തോളം ഞാൻ പ്രാർത്ഥിക്കും, എത്രത്തോളം ഞാൻ ഉപവസിക്കും, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ട് താൻ കുറെ പരാതികൾ പറയുന്ന അധ്യായമാണ് 1-ാമത്തെ അധ്യായം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം ഒരു വ്യക്തമായ ആലോചന കൊടുക്കുകയാണ്. എന്താണ് ആലോചന കൊടുക്കുന്നത്? നീ ഒരു ദർശനം, നീ ഒരു പലക എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ കാവൽ, പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഓടിച്ചു വായിക്കത്തക്ക രീതിയിൽ നീ എന്ത് ചെയ്യണം? ഒരു പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് മെച്ചപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. നോക്കൂ, 1-ാം അധ്യായത്തിൽ താൻ എന്തിനെ കുറിച്ചാണോ, ഏത് രാജ്യത്തെ കുറിച്ചാണോ, എന്തിനെ കുറിച്ചാണോ ആവലാതി പറഞ്ഞത്, 2-ാം അധ്യായത്തിൽ ആ ദർശനത്തിന് ഉറപ്പ് കൊടുക്കുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണല്ലോ നമ്മള് പറഞ്ഞത്. ദൈവത്തിന് പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് കാണാൻ കഴിയുന്നു. ഹബക്കൂക്കിനോട് ദർശനത്തെക്കുറിച്ച്, താൻ കണ്ട ദർശനത്തെക്കുറിച്ച്, ദൈവം കൊടുത്ത ആലോചനയെക്കുറിച്ച് വലുതായിട്ട് ഓടിപ്പോകുന്നവർക്ക് വായിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം? നീ തെളിവായി എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ ഈ ഓടുക എന്നർത്ഥമാക്കുന്നത്? ഈ ഹബക്കൂക്കിന്റെ കാലഘട്ടത്തൊക്കെ ഈ ഓടിപ്പോയി വാർത്തകൾ അറിയിക്കുന്നവരുണ്ട്. നടന്നു പോകുന്നവരല്ല, അവരെന്താണ്? ഓടിപ്പോയിട്ടാണ് വാർത്തകൾ. അവര് എങ്ങും നിന്ന് വാർത്തകൾ വായിക്കാറില്ല, നോക്കാറില്ല. അവരെപ്പോഴും ഓട്ടക്കാരായിരിക്കും. അവര് ഓടിപ്പോകുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾ നീ തെളിവായിട്ട് എഴുതി വെച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണം? അവരത് വായിച്ചിട്ട് മറ്റുള്ളിടത്ത് ഓടിച്ചെന്ന് പറഞ്ഞു കൊടുക്കാൻ തക്ക രീതിയിൽ നീ എന്ത് ചെയ്യണം? തെളിവായിട്ട് എഴുതി വെക്കണം. എന്താണ് തെളിവായിട്ട് എഴുതി വെക്കേണ്ടത്? നമ്മൾ വായിച്ച വാക്യമാണ്. അതിന്റെ 3-ാമത്തെ വാക്യം മുതലാണ്, 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ. കണ്ട ദർശനത്തിന് ദൈവം എന്ത് വെച്ചിരിക്കുന്നു? ഒരു അവധി വെച്ചിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മുടെ ദർശനങ്ങൾ എടുത്തു കളഞ്ഞിട്ടില്ല, ദൈവം നമ്മുടെ ദർശനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഒരു അവധി വെച്ചിരിക്കുകയാണ്. കേസൊക്കെ അവധിക്ക് വെച്ചിട്ട് തിരിച്ചു വിളിക്കുന്ന കേട്ടിട്ടില്ലേ? എന്നതുപോലെ ദൈവം അവധിക്ക് വെച്ചിരിക്കുന്നു. എന്താണ് അത്? സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയമൊക്കെ തെറ്റുമായിരിക്കാം. നമ്മൾ എഴുതി വച്ചിരിക്കുന്ന, നമ്മൾ മനസ്സുകൊണ്ട് കണക്കൂട്ടി വെച്ചിരിക്കുന്ന കാലഗതികൾ നോക്കി, സമയം നോക്കി നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന സമയങ്ങളൊക്കെ കഴിയുമ്പോ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പിരിവെറുക്കാറുണ്ട്, അല്ലെ? ഞാൻ പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഞാൻ ചോദിക്കട്ടെ, കാലമൊക്കെ കഴിഞ്ഞു പോയെന്ന് അബ്രഹാമും സാറയും പറഞ്ഞതല്ലേ? പക്ഷേ ദൈവത്തിന് വാഗ്ദത്തം നിറവേറിയില്ലേ? അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം ദർശനം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ വിശ്വസ്തനാണ്. അതിന് നാം എന്ത് ചെയ്യണം? അത് വൈകിയാലും നാം അതിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രക്രിയയാണ്. കാത്തിരിക്കുക. ഹസ്ബൻഡ് വിദേശത്താണെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവൻ വരുന്നതിന് വേണ്ടി ആ സമയത്തേക്ക്, ഞാൻ മാർച്ചിൽ വരുന്നുണ്ട് എന്ന് അദ്ദേഹം വിദേശത്ത് ഭാര്യ അറിയിക്കും, ഞാൻ മാർച്ചിൽ വരുന്നുണ്ട്. ആ മാർച്ചിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ എനിക്ക് വിളിക്കാൻ പോകണം, ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുക്കണം, ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾ കാത്തിരിക്കുമ്പോൾ പ്രത്യേകത എന്തറിയാമോ? അവൾ ചുറ്റും നടക്കുന്ന ഒന്നും അവൾ ശ്രദ്ധിക്കത്തില്ല. പുതിയ സർക്കാർ വരുന്നതോ അല്ലെങ്കിൽ മെമ്പർ വരുന്നതോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ വരുന്നതോ ഒന്നും അവളെ എന്ത് ചെയ്യത്തില്ല, അവളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം എന്താണ്? എന്റെ ദർശനം, ഞാൻ കണ്ട ദർശനം, എന്റെ പ്രിയപ്പെട്ടവൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ആ ദർശനത്തിന് നിറവേറുന്നതിന് വേണ്ടി അവൾ കാത്തിരിക്കുന്നത് പോലെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം തന്ന വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, ദർശനം നീണ്ടുപോകത്തില്ല. അതതിന്റെ സമയത്ത് തന്നെ കൃത്യമായി നിങ്ങളുടെ വീട്ടിൽ നടന്നിരിക്കും. വീടിന്റെ വലിപ്പം ചിലപ്പോൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാടക വീടായിരിക്കാം, സാഹചര്യങ്ങൾക്ക് എതിരായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയാകും എന്ന് 2-ാം അധ്യായത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്?
പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനായി കാത്തിരിക്കണം. കാത്തിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനായി കാത്തിരിക്കണം? നമ്മൾ എന്തിനായി കാത്തിരിക്കണം? നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. നോക്കൂ, ഈ ഹബക്കുക്ക് പ്രവാചകൻ ഒരു വലിയ ദൂത് പറഞ്ഞു തുടങ്ങുകയാണ്. ഇതുവരെ മറ്റുള്ള പ്രവാചകൻ പറഞ്ഞതുപോലല്ല. ഇനി അങ്ങോട്ട് പോകുന്ന ഹബക്കുക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സെഖര്യാവ്, മലാക്കി ഈ തുടങ്ങിയ പ്രവാചകന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിഴലായി പറഞ്ഞു തുടങ്ങുകയാണ്. ആ നിഴലായി പറഞ്ഞു തുടങ്ങുന്നതിന്റെ തുടക്കം നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാണ്? അതിനായി കാത്തിരിക്കണം. എന്തിനായി കാത്തിരിക്കണം? പുതിയ രാജാവ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കണമല്ല, ഒരു മശിഹ വരുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് ദൂത് തുടങ്ങുകയാണ്. ഒരു വലിയ ശുശ്രൂഷ ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ തുടങ്ങുകയാണ്. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, അവന്റെ ജനനത്തെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമാണ് 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ദർശനത്തിനായി കാത്തിരിക്കുക. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പ്രവാചകന്റെ വിശ്വാസത്തിന്റെ വാക്കുകളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യങ്ങളാണ് അവിടെ കാണുന്നത്. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലെ 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 17 മുതലുള്ള വാക്യങ്ങൾ ഒരു വിശ്വാസത്തിന്റെ വാക്കല്ലേ. അവിടെ അനുകൂലമായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യവും അവിടെ ഇല്ല. ഉണ്ടോ? നിങ്ങൾ നോക്കിക്കേ. 3-ാം അധ്യായത്തിന്റെ 17 മുതൽ അത്തിവൃക്ഷം എന്ത് ചെയ്യുന്നില്ല? തളിർക്കുകയില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടുംകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. നോക്കൂ, എല്ലാം നെഗറ്റീവ് വാർത്തകളല്ലേ കേൾക്കുക. ഗോശാലകളിൽ കന്നുകാലികളില്ല, മുന്തിരിത്തോട്ടങ്ങളിൽ മുന്തിരിഫലമില്ല. അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നത് ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയിരിക്കുന്നു. ഈ വലിയ ഒരു ഞെരുക്കത്തിന്റെ വാക്യമാണ് 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ ഭക്തൻ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. നോക്കിക്കേ, നമുക്ക് റോമലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ കേട്ടതെല്ലാം, കണ്ണുകൊണ്ട് കണ്ടതെല്ലാം നിരാശിത വാക്കുകളാണ്. അത്തിവൃക്ഷം യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയ അധ്വാനത്തിന്റെ, ഏറ്റവും വലിയ സമ്പത്തിന്റെ സ്രോതസ്സായിരുന്നു എന്ത്? അത്തിഫലത്തിന്റെ അത്തിഫലത്തിന്റെ കൃഷികൾ, അല്ലെങ്കിൽ അത്തിയിൽ നിന്നുള്ള നന്മയായിരുന്നു അവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? അതിൽ തളിർപ്പുണ്ടാകുന്നില്ല, ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കൊരു സ്റ്റെപ്പ് പോലും വളർച്ച ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് നീങ്ങാൻ പറ്റുന്നില്ല ബ്രദറെ എന്നുള്ള അവസ്ഥയിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നെങ്കിൽ, സാമ്പത്തികമായി നിങ്ങൾ തളർന്നു പോകുന്നെങ്കിൽ, ഇന്ന് രാത്രി വചനം എഴുതിയിരിക്കുന്നു, അവൻ നിന്റെ കാലുകളെ മാൻപേട കാല് പോലെ ആക്കിയിട്ട്, ഇതെല്ലാം നിനക്ക് നെഗറ്റീവ് ആണെങ്കിലും നിന്നെ എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? അത്തിവൃക്ഷം എന്ത് ചെയ്യുന്നില്ല? തളർക്കുന്നില്ല. 2, മുന്തിരിവള്ളി ഒരനുഭവം ഇല്ല. അപ്പോ അത്തി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത്? മുന്തിരിവള്ളിയിൽ ഞങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാം ബ്രദറെ. ആ ഒരു ബിസിനസ് പൊളിഞ്ഞാലും, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലയിൽ നന്മ കിട്ടിയില്ലെങ്കിലും ഇതിൽ ഞങ്ങൾക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് മുന്തിരിവള്ളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുന്നില്ല. ഇത് രണ്ടും തകർന്നിരിക്കുമ്പോഴാണ് യഹൂദന്മാരെ സംബന്ധിച്ച് ഒലിവ് മരങ്ങൾ, ഒലിവിൻകായ്, അതിൽ നിന്നെടുക്കുന്ന എണ്ണ, അതിൽ നിന്നെടുക്കുന്ന ലേപനങ്ങൾ, അതിന്റെ മരുന്നുകൾ, അത് അടുത്ത വരുമാന മാർഗമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒലിവിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും.
ഇതെല്ലാം കഴിഞ്ഞാലോ നിലത്ത് നിന്ന് ലഭിക്കുന്ന ഗോതമ്പ് യവവും ഒക്കെ നഷ്ടപ്പെട്ടു. നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല. ഒരു പുസ്തകത്തിൽ വായിച്ചത്, അവർ വിതയ്ക്കുന്നുണ്ട്, അവർ വളമിടുന്നുണ്ട്, അതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, നല്ല കായ്ഫലം ഉണ്ടാകുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, വിളയുന്നില്ല. എന്റെ വീട്ടില് ഒരു മാവുണ്ട്, നല്ല രീതിയിൽ മാങ്ങ പിടിക്കും, ഇഷ്ടംപോലെ മാങ്ങ പിടിക്കും. പക്ഷേ നല്ല വിളവെത്തുന്നതിന് മുന്നേ അത് കേടായി താഴെ വീണു പോവുക. അച്ചാറിനാൻ പോലും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനോ സാധിക്കുന്നില്ല. നോക്കി നിൽക്കുമ്പോൾ തന്നെ എല്ലാം പൊഴിഞ്ഞു വീണ് തീരുന്നു. ഇതേ അവസ്ഥയാണ് ഇവിടെ. വിതയ്ക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വിളവായി അവരുടെ കയ്യിൽ ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ ബ്രദറെ അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല, അതിൽ ആ രീതി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഞെരുക്കത്തിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ ക്ലാസ്സിൽ ഞാൻ വിളിച്ചു പറയാം, ഇതൊക്കെ സംഭവിച്ചാലും ഭക്തൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. വേറെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നു, എങ്കിലും ഞാൻ യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കും. നോക്കൂ, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തനെ നോക്കിയിട്ട് ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ, ഞാൻ നിന്റെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കി നിന്നെ ഓടിക്കാൻ, നിന്നെ വേഗത്തിൽ ഓടിക്കുവാൻ, ചില ഉന്നതങ്ങളിലേക്ക് ഓടിച്ച് കയറ്റുവാൻ ഞാൻ നിന്റെ കാലിനെ ബലപ്പെടുത്താൻ പോകുന്നു. ഒന്ന് ആമേൻ പറയാൻ പറ്റുമോ ഇന്നത്തെ ക്ലാസ്സിൽ? 1-ാം അധ്യായത്തിൽ താൻ പരാതി പറഞ്ഞു തുടങ്ങി, ആവലാതി പറഞ്ഞു. 2-ാം അധ്യായത്തിൽ ദൈവം അതിന് ആവലാതിക്കുള്ള മറുപടി കൊടുത്തു. 3-ാമത്തെ അധ്യായത്തിൽ താൻ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം നടത്തുകയാണ്. വിശ്വാസത്തിന്റെ സ്ഥിരീകരണം ആ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വിശ്വാസത്തിന്റെ സ്ഥിരീകരണമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല, അത് പ്രകടമാകണം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ അത് പലപ്പോഴും പ്രകടമാകുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലും നമ്മുടെ ആരാധനാ ഹാളിലുമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മുഴുവൻ പ്രകടമാകുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയത്താണ്. ഇപ്പൊ ഞാൻ വിവാഹിതനാണ്, 2 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു നോക്കുക, പറ സാറേ കേൾക്കട്ടെ. സ്നേഹമുള്ളിടത്തെ വഴക്കുണ്ടാകത്തുള്ളൂ, അല്ലേ? അടുത്ത് ഹസ്ബൻഡോ ഭാര്യ അടുത്തിട്ടുണ്ട്, അവർ മുഖത്തോട് നോക്കിട്ട് ചോദിക്കുക, സ്നേഹം ഉള്ളതുകൊണ്ട് അടി വഴക്കുണ്ടാകുന്നു പറഞ്ഞു. സ്തോത്രം. സ്നേഹമുള്ളിടത്ത് എന്തുണ്ടാകത്തുള്ളൂ? വഴക്കുണ്ടാകത്തുള്ളൂ. അപ്പോ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അത് കൂടുതലും വെളിപ്പെട്ട് വരുന്നത് വൈകുന്നേരത്തെ പ്രാർത്ഥനയില്ല. ചിലപ്പോൾ പാടത്തില്ല, കൈയടിക്കത്തില്ല, അഥവാ പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവത്തിന് പോലും കേൾക്കാൻ പറ്റാത്ത എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങിരിക്കും. ഇനി ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് എവിടെയാ? ആരാധനാലയത്തിലാ. സഭയിൽ ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ, എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇതെല്ലാം എവിടെ പ്രകടമാകും? അന്നത്തെ ആരാധന പ്രകടമാകും. പാസ്റ്റർ സ്റ്റേജിൽ കിടന്ന് തൊണ്ട കീറി പാടി പ്രാർത്ഥിച്ച് ശാസിച്ചാലും അമ്മാമ്മ കസേര വേളിക്കുറ്റി ഒറ്റ ഇരിപ്പായിരിക്കും, അല്ലേ? ഈ ചിലർക്ക് ഭയങ്കര പരാതിയാ. സത്യത്തിൽ ദൈവദാസന്മാര് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്ന് അറിയാമോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ആലയത്തിലെ കാര്യം നോക്കണം. 10 കുടുംബം ഉണ്ടെങ്കിൽ 12 സ്വഭാവമോ ഇതിനെല്ലാം. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു കൊടക്കീഴി കൊണ്ടു നിർത്തുമ്പോ അദ്ദേഹം ഉയിര് വാരി പിടിച്ചാ സ്റ്റേജിലൊക്കെ നിൽക്കുന്നതേ. കാരണം എല്ലാ വീടുകളിലും പോയി പ്രാർത്ഥിക്കും. അവിടുത്തെ പല കുടുംബത്തിലെ വിഷയങ്ങളെല്ലാം പുള്ളിയുടെ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുക. പ്രസംഗത്തിൽ അതൊന്നും വരാൻ പാടില്ല. ഇനി അബദ്ധവശാൽ വന്നു പോയ പറയും, പാസ്റ്റർ ഞങ്ങളെ മനഃപൂർവ്വം കുത്തി പറഞ്ഞതാന്ന് പറയും.
അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയാമോ, ഈ ദൈവദാസൻ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവന് മാരി പിടിച്ചത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ഒരു സഹോദരി എഴുതിയിട്ട് സാക്ഷ്യത്തിന്റെ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. എന്തോ അബദ്ധത്തിലെ ദൈവദാസൻ ആ പ്രാർത്ഥനാ വിഷയം കേട്ടു, പക്ഷേ അവസാനം പറഞ്ഞ് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ പേര് പറഞ്ഞില്ല. ഏതാ? ഈ അമ്മാമ്മയുടെ മോന്റെ വിഷയം പറഞ്ഞില്ല. അത് വിഷയമായി. അതേവരെ ആരാധിച്ചുകൊണ്ടിരുന്ന അമ്മാമ്മ പെട്ടെന്ന് ബൈബിളൊക്കെ വലിച്ചടച്ച് കസേര കയറി കൈ കെട്ടി ഒറ്റ ഇരിപ്പ. പാസ്റ്റർ കൈവൊക്കെ സ്വോത്രം പറയാൻ പറയുന്നു, ആരാധിക്കാൻ പറയുന്നു, എല്ലാവരും എഴുന്നേറ്റ് ആരാധിക്കാൻ പറയുന്നു. ഈ അമ്മാമ്മ മിണ്ടത്തില്ല. ആരാധന കഴിഞ്ഞ് മുഖനോട് വീർപ്പിച്ചാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ടോ പാത്രമൊക്കെ പടപടാന്ന് പറഞ്ഞാ വെക്കുന്നേ. ആകെ വിഷയമായി. പാസ്റ്റർ ആ വീട്ടിൽ അച്ഛൻ വിളിച്ചോ, പാസ്റ്ററെ വീട്ടിലോട്ടൊന്ന് വരണം. അപ്പോ വീട്ടിൽ ചെന്ന് ഇങ്ങനെ എപ്പോഴും അമ്മാമ്മ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഇനി പാസ്റ്ററോടൊന്നും പറയുന്നില്ല. ഇതാണ് അമ്മാമ്മ പറയുന്നത്. ലാസ്റ്റിൽ ഇങ്ങനെ ആ പാവം പിടിച്ച ദൈവദാസൻ, അമ്മാമ്മ എന്താ കാര്യം പറ, നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത്, പാസ്റ്റർ എല്ലാവരുടെയും മക്കളുടെ വിഷയം പറഞ്ഞ് എന്റെ മോന്റെ കാര്യം മാത്രം എന്തില്ല പറഞ്ഞില്ല. നിസ്സാര ഒരു വിഷയമാണ്. ദൈവദാസന്മാർക്ക് മറവിയുള്ളവരാണ്. പക്ഷെ അതൊക്കെ എവിടെ പ്രകടമാകും? ആരാധന പ്രകടമാകും. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്, അല്ലേ? വേണ്ട, നിങ്ങൾ തിരുവനന്തപുരം കളക്ടറിന്റെ ഓഫീസിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നല്ല അലമാരയിൽ ഇരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ എവിടെ ചെന്നിരിക്കുന്നു? കളക്ടറിന്റെ ഓഫീസിൽ ആ ചേംബറിൽ ഇരിക്കുന്നു. നല്ല ചുവന്ന കാർപ്പറ്റ് വിരിച്ച, നല്ല കസേര വിരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ടേബിളിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. കളക്ടർ വന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുവോ? താടിക്ക് കൈയും കൊടുത്ത് മുഖമൊക്കെ വാടി ഇയാൾക്ക് എന്തോ ഈ പറയുന്നുള്ള ഇങ്ങനെ ഇരിക്കുവോ? ഇല്ല. നമ്മുടെ വീട്ടിൽ പട്ടിണിയാണേലും നമ്മൾ എന്ത് ചെയ്യും? തെളിഞ്ഞ മുഖത്തോടിരിക്കും, അല്ലേ? നമ്മൾ അന്ന് പോകുന്ന വഴിക്ക് വീട്ടിൽ പൗഡർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് യാർലിയുടെ നല്ല പൗഡർ വാങ്ങി മുഖത്ത് നല്ല തേജസ്സോടായിരിക്കും നമ്മൾ നിൽക്കുക. ഒരു കളക്ടറിന് മുമ്പ് നിൽക്കുമ്പോ നമ്മുടെ എന്ത് ചെയ്യാൻ പാടില്ല? എന്റെ സ്റ്റാറ്റസ് കുറയാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ മുമ്പിൽ ആ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി അത്രത്തോളം ഒരുങ്ങുന്നെങ്കിൽ, നമ്മുടെ എല്ലാ ഭാരവും കളഞ്ഞിട്ട് അങ്ങാരെ മുമ്പിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിൽ, നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ സന്നിധിയിൽ അത്തിവൃക്ഷം തളർത്തില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരിക്കരുത്. മുന്തിരിവള്ളിയിൽ അനുഭവം ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരിക്കരുത്. കാത്തിരുന്നൊരു ദർശനത്തിന് കാത്തിരുന്നിട്ട് നടന്നില്ല കർത്താവ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട മുഖം വീർപ്പിച്ചിരിക്കരുത്. നമുക്ക് പ്രവാചകൻ പറയാണ്, എന്റെ മുമ്പിൽ എല്ലാം എതിരാണ്, സന്തോഷിക്കാനോ ആനന്ദിക്കാനോ ഒരു സാഹചര്യം എന്റെ മുമ്പിലില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇന്നൊന്ന് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ് ഒക്കെ ഇന്ന് ഓടിച്ച് തീർക്കാം, അതൊക്കെ തീർക്കാം. പക്ഷെ ദൈവാത്മാവോട് ഇന്നൊരു തീരുമാനം എടുക്കാം. എല്ലാം പ്രതികൂലമായാലും ഇനി എന്റെ മുഖം ദൈവസന്നിധിയിൽ വാടത്തില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകണം. ഓക്കെ, അങ്ങനെ തീരുമാനമെടുത്താൽ അവൻ എന്റെ കാൽ മാൻപേടെ കാൽ പോലെ ആക്കും. 2024 വരുന്ന വർഷങ്ങളിൽ ഉന്നതങ്ങളിൽ ദൈവം നിങ്ങളെ എത്തിക്കും. അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നത്, ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കും. താഴ്ന്ന നിലത്തോ ശോധനയിൽ കൂടെയോ നിരാശയിൽ കൂടെയോ ദൈവം ഇനി നിന്നെ നടത്തത്തില്ല. ദൈവത്തെ കഷ്ടത്തിന്റെ നടുവിലും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നിന്നെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഹബക്കുക്ക് പുസ്തകത്തോട് വിട പറയുകയാണ്. അടുത്ത പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നു. സെഫന്യാവിന്റെ പുസ്തകം, സെഫന്യ പ്രവാചകന്റെ പുസ്തകം. ഓക്കെ, സെഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് പോകാം. വേദപുസ്തകത്തിലെ 36-ാമത്തെ പുസ്തകമാണ് സെഫന്യാവിന്റെ പുസ്തകം. 3 അധ്യായങ്ങളും 53 വാക്യങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് സെഫന്യാവിന്റെ പുസ്തകം. ഓക്കെ, സെഫന്യാവ് എന്ന പേരിന് യഹോവ മറയ്ക്കുന്നു എന്നാണ് അർത്ഥം. യഹോവ മറയ്ക്കുന്നു, അല്ലെങ്കിൽ യഹോവയാൽ മറയ്ക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഈ സെഫന്യ പ്രവാചകൻ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ആളാണ്. 1:1 നമ്മൾ വായിക്കുമ്പോ
യഹൂദയിലെ ഹിസ്കിയ രാജാവിന്റെ 4-ാം തലമുറയിൽപ്പെട്ട ഒരുവനായിരുന്നു സെഫന്യാവ്. 4-ാം തലമുറയിലെ ഹിസ്കിയ രാജാവിന്റെ 4-ാം തലമുറയിലെ ഒരാളായിരുന്നു സെഫന്യാവ്. ഇനി തന്റെ വംശാവലി 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം 4 തലമുറ പുറകോട്ട് താൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? തന്റെ വംശാവലി 4-ാം തലമുറ വരെ പുറകോട്ട് ചേർത്തതിന്റെ കാരണം തന്റെ പേര് കൂശി വായിക്കുന്നില്ലേ? ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശിയുടെ മകനായ സെഫന്യാവ്. എവിടുന്നാ തുടങ്ങുന്നത്? ഹിസ്കിയാവിന്റെ കാലത്ത്. ഹിസ്കിയ രാജാവിനെ നമുക്കറിയാമല്ലോ. അപ്പൊ ഹിസ്കിയാവിന്റെ മകനായ അമര്യാവിന്റെ മകനായ ഗദല്യാവിന്റെ മകനായ കൂശി. കൂശി എന്ന വാക്ക് പേര് ഒരു എത്യോപ്യന്റെ പേരാണ്. എത്യോപ്യയിലുള്ള ഒരു പേരാണ് കൂശി. എത്യോപ്യൻ. അവൻ ഒരിക്കലും യഹൂദനല്ല. എന്നാൽ സെഫന്യാവിന്റെ കാലത്ത് ഒരു യഹൂദ സ്ത്രീ ഒരു വിദേശിയെ വിവാഹം കഴിച്ചാൽ ആ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടി കുറഞ്ഞ പക്ഷം 3 തലമുറ വരെ യഹൂദ പാരമ്പര്യം തെളിയിക്കാൻ കഴിയാതെ വന്നാൽ അതിന് യഹൂദ സമുദായത്തിൽ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വംശാവലിയാണ് തെളിയിക്കുകയാണ് ഇവിടെ സെഫന്യാവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യഹൂദ സ്ത്രീ വിദേശിയായ എത്യോപ്യനെയോ അല്ലെങ്കിൽ വേറൊരു ജാതിയിൽപ്പെട്ട ഒരുവനെയോ വിവാഹം കഴിച്ചാൽ 3-ാം തലമുറ വരെ, കുറഞ്ഞ പക്ഷം 3 തലമുറ വരെ യഹൂദ പാരമ്പര്യം തെളിയിക്കാൻ പറ്റാതെ വന്നാൽ അവൻ യഹൂദനായിട്ട് അംഗീകരിക്കത്തില്ല. പക്ഷെ ഇവിടെ സെഫന്യാ പ്രവാചകൻ 4 തലമുറ പുറകോട്ട് പോയി താൻ ആരാണ്, താൻ എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായി പറയുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു യഹൂദനാണ് അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാനാണ് താൻ ഇത്രത്തോളം പാരമ്പര്യം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, വേറെ ഒരു പ്രവാചകന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്നവരുടെ മകനായി ഇന്ന ആൾ എന്ന് പറഞ്ഞു പോകുമ്പോ ഇവിടെ സെഫന്യാവ് 4 തലമുറ പറഞ്ഞിരിക്കുന്നതിന് കാരണം ഇതാണ്. താൻ യഹൂദന്, താൻ ഒരു എത്യോപ്യക്കാരനാണ്. തന്റെ അമ്മ യഹൂദയാണ്, തന്റെ പിതാവ് ഒരു എത്യോപ്യക്കാരനാണ്. അപ്പൊ ആ എത്യോപ്യക്കാരന് 4 തലമുറ കഴിയുമ്പോൾ ഞാനൊരു യഹൂദനാണ് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് താൻ 1-ൽ താൻ ഇത്രത്തോളം വലിയ ഒരു എന്താ പറയാ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രധാന പദമെന്ന് പറയുന്നത് യഹോവയുടെ ദിവസം എന്നുള്ളതാണ്. യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം. നമ്മൾ യഹോവയുടെ ദിവസത്തെ കുറിച്ച് ഹോശേയ പ്രവാചകൻ പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. യഹോവയുടെ ദിവസം എന്താണ്? വലുതും ഭയങ്കരമായ യഹോവയുടെ ദിവസം, ക്രോധത്തിന്റെ ദിവസം, ശിക്ഷയുടെ ദിവസം നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഓക്കെ, അപ്പോ പ്രധാന പദമെന്ന് പറയുന്നത് യഹോവയുടെ ദിവസമാണ്. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ സെഫന്യാവിന്റെ സവിശേഷതകൾ. ഞാൻ ഇങ്ങനെ സമയം എടുക്കുന്നത് ചില ഭാഗങ്ങൾ അങ്ങ് വിടുകയാണ്. സെഫന്യാവിന്റെ സവിശേഷതകൾ, സെഫന്യ പ്രവാചകന്റെ സവിശേഷതകൾ. 1, ന്യായവിധിയുടെ പ്രവാചകനാണ്. 1, ന്യായവിധിയുടെ പ്രവാചകൻ. 1-2
സഫന്യാവ് 1:2. ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. 2, സ്നേഹത്തിന്റെ പ്രവാചകൻ. സ്നേഹത്തിന്റെ പ്രവാചകൻ. അപ്പൊ ന്യായവിധിയുടെ പ്രവാചകൻ എന്ന പേര് കൊടുത്തിട്ട് ഉടനെ തന്നെ ചോദിക്കാൻ പറ്റും അതേ സ്നേഹത്തിന്റെ പ്രവാചകൻ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾക്ക് തന്റെ സമൂഹത്തോടോ തന്റെ രാജ്യത്തോടോ തന്റെ കുടുംബത്തോടോ സ്നേഹമുള്ള ഒരാൾക്ക് ന്യായവിധിയെ കുറിച്ചൊരു വാണിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രവചിച്ചു പോവുകയല്ല. തന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ തന്റെ രാജ്യത്ത് നടക്കാൻ പോകുന്ന യഹോവയുടെ ന്യായവിധിയെ പറ്റി, കോപത്തെ പറ്റി പറയണമെങ്കിൽ ദൈവസ്നേഹം തന്നെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം സ്നേഹത്തിന്റെ പ്രവാചകനായിരുന്നു. 3, താനൊരു ധീരതയുടെ പ്രവാചകനാണ്. ധീരതയുടെ പ്രവാചകൻ. ഒന്നിന്റെ 18. ധീരതയുടെ പ്രവാചകൻ. അടുത്തത് അനുഗ്രഹത്തിന്റെ പ്രവാചകൻ. ഇനി പുസ്തക വിഭജനം. പുസ്തക വിഭജനം. ഒന്ന്, മുഖപുര. 1:1. മുഖപുര 1:1. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അക്ഷരങ്ങളെല്ലാം വേണേ. 1:1. 2, ന്യായവിധിയുടെ ദിവസം. ന്യായവിധിയുടെ ദിവസം 1:2 മുതൽ 3:8 വരെ. ന്യായവിധിയുടെ ദിവസം 1:2 മുതൽ 3:8 വരെ. അതിൽ സപ്പോയിന്റ് എ, യഹൂദയ്ക്കെതിരായി. യഹൂദയ്ക്ക് എതിരായി. ഒന്നിന്റെ 2 മുതൽ 2:3 വരെ. ഒന്നിന്റെ 2 മുതൽ 2:3 വരെ. ബി, ജാതികൾക്കെതിരായി. ജാതികൾക്കെതിരായി 2:4 മുതൽ 15 വരെ. 2:4 മുതൽ 15 വരെ. സി, യെരുശലേമിനെതിരായി. യെരുശലേമിനെതിരായി 3:1 മുതൽ 8 വരെ. ന്യായവിധിയുടെ ദിവസം യഹൂദയ്ക്കെതിരായി 1:2 മുതൽ 2:3 വരെ. ജാതികൾക്കെതിരായി 2:4 മുതൽ 15 വരെ.
യെരുശലേമിനെതിരായി 3:1 മുതൽ 8 വരെ. ഇനി 2 ഉണ്ടല്ലോ, 3. 1 മുഖവുര, 2 ന്യായവിധി ദിവസം, 3 സന്തോഷ ദിവസം. മെയിൻ ഹെഡിങ് സന്തോഷ ദിവസം. 3:9 മുതൽ 20 വരെ. 3:9 മുതൽ 20 വരെ. 3:9 മുതൽ 20 വരെ. നമ്മൾ ആദ്യം എഴുതിയത് 1 മുഖവുര 1:1, 2 ന്യായവിധിയുടെ ദിവസം 1:2 മുതൽ 3:8 വരെ. അതിന്റെ സബ് ടൈറ്റിലാണ് നമ്മൾ ചെറിയ ഡിവിഷൻസ് ആണ് നമ്മൾ എഴുതിയത്. ABC എന്ന് പറഞ്ഞുകൊണ്ട് 3 നമ്മൾ എഴുതി. യഹൂദയ്ക്കെതിരായി, ജാതികൾക്കെതിരായി, യെരുശലേമിനെതിരായി. ഇനി 3-മത്തത് സന്തോഷ ദിവസം. എന്താണ്? 3:9 മുതൽ 20 വരെ അല്ലെ? അതിൽ 1 ചിതറിപ്പോയവരുടെ മടങ്ങി വരവ്. 3:9 10 വാക്യങ്ങൾ. 3:9 10 വാക്യങ്ങൾ. ചിതറിപ്പോയവരുടെ മടങ്ങി വരവ്. 2 പാപം നിറഞ്ഞ ജനത്തിന്റെ പുനഃസ്ഥാപനം. പാപം നിറഞ്ഞ ജനത്തിന്റെ പുനഃസ്ഥാപനം. പാപനിർജനത്തിന്റെ പ്രസ്താവന. 3:11 മുതൽ 13 വരെ. 3:11 മുതൽ 13 വരെ. ഇനി 3 രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ സന്തോഷം. രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ സന്തോഷം. രക്ഷിക്കപ്പെട്ട ജനത്തിന്റെ സന്തോഷം. 3:14 മുതൽ 20 വരെ. ഓക്കെ, നമ്മളതിനകത്ത് ന്യായവിധിയുടെ ദിവസം നമുക്ക് സെഫന്യാവ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഹബക്കൂക്ക് പ്രവാചകൻ ഒരു ദർശനത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? ആ ഒരു ദർശനം നിറവേറുന്നു എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് സെഫന്യാവിന്റെ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ ന്യായവിധിയുടെ ദിവസത്തെ കുറിച്ച്, യഹോവയുടെ ദിവസത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ന്യായവിധിയുടെ ദിവസത്തെ കുറിച്ചാണ് 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ 3:8 വരെ നമ്മൾ വായിച്ചത്. ആർക്കെതിരെയാണോ ആദ്യം പറഞ്ഞിരിക്കുന്നത്? യഹൂദയ്ക്കെതിരെ ന്യായവിധിയുടെ ഒരു ദിവസം വരുന്നു, ഒരു മുന്നറിയിപ്പ് വരുന്നു എന്നാണ് തുടങ്ങുന്നത്. അതിന്റെ സാർവത്രികമായ നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 1-ാം അധ്യായത്തിന്റെ 2 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോ സകലത്തെയും, മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാർവത്രികമായ സംഹാരം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് വരുമ്പോഴാണ് യഹൂദയ്ക്കെതിരെയുള്ള ന്യായവിധി ദൈവം കഠിനമായി തന്നെ പറയുന്നു. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കഠിനമായി തന്നെ ദൈവം യഹൂദയെ തകർക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? ബാലിന്റെ ആരാധനയും അതിന്റെ ലൈംഗിക പാപങ്ങളും യഹൂദ എന്ത് ചെയ്തിരിക്കുന്നു? അനുകരിക്കുകയാണ്. ദേവദാസി സമ്പ്രദായങ്ങൾ, ബാലിന്റെ ആലയത്തിനകത്ത് ബാലിനെ ആരാധിക്കുന്നതിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ വ്യഭിചാരം ചെയ്യുന്നത് അവർ ദൈവത്തിന് കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് മ്ലേച്ഛത നിറഞ്ഞ ഒരു രീതി ഉണ്ടായിരുന്നു. അതെന്ത് അനുകരിച്ചു? യഹൂദ അനുകരിച്ചു. യഹൂദയിലെ യുവതലമുറകൾ ആ മ്ലേച്ഛതയിലേക്ക് പോയത് കൊണ്ട് ദൈവം ന്യായം വിധിക്കുന്നു എന്ന് യഹൂദയ്ക്കെതിരെയുള്ള കഠിനമായ ന്യായവിധിയാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? 1-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 2:3 വരെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? യഹൂദയ്ക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്.
അത് ദൈവം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ആഹാര രീതി മാറിയത് കൊണ്ട്, അടുത്തത് നിങ്ങളുടെ ആരാധന രീതി മാറിയത് കൊണ്ട്, നിങ്ങളുടെ സൗഹൃദം മാറിയത്. നിങ്ങളൊന്ന് വായിക്കണം, അത് താഴോട്ട് വായിക്കുമ്പോ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ദൈവം ന്യായവിധിയുടെ ദിവസം കൊടുക്കുന്നത്. എന്നാൽ രണ്ടാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴോ ആ ശിക്ഷ യഹൂദന്മാരെ വിട്ടിട്ട് എവിടേക്ക് തിരിയുന്നു? ജാതികളുടെ കാലത്തേക്ക് തിരിയുകയാണ്. എങ്ങനെ ജാതികളെ? ഏതൊക്കെ ജാതികളാണ്? ഫെലിസ്ത്യരോട്, മോവാബ്യരോട്, അമോന്യരോട്, കൂശ്യരോട്, അസീറിയയോട്. ഈ 5 രാജ്യങ്ങളോടാണ്. ഒന്ന് ഫെലിസ്ത്യര്, മോവാബ്യര്, അമോന്യര്, കൂശ്യര്, അസീറിയ. നമുക്ക് രണ്ടാം അധ്യായത്തിന് 4 മുതൽ 15 വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഗസ്സ നിർജ്ജനമാകും, അസ്കലോൺ ശൂന്യമാകും, അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് എന്ത് ചെയ്യുന്നു? അവരെ സ്ഥിതി മാറ്റുമല്ലോ. നോക്കൂ, ജനനിബിഡമായിരുന്ന പട്ടണങ്ങളെ, ജാതികൾക്ക് ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്? ജനനിബിഡമായിരുന്ന പട്ടണങ്ങളെ ശൂന്യമാക്കി കളയുന്നു, ജാതികളിലേക്ക് തന്റെ ശിക്ഷ കൊണ്ടുവരുന്നു. നോക്കൂ, സമുദ്ര തീരത്ത് പാർക്കുന്ന ക്രേത്ത ജാതിക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്നുണ്ട്. ക്രേത്ത ജാതി ഇങ്ങനെ മുൻപോട്ട് വരുമ്പോൾ സകല ജാതികളോട്, മോവാബ്യരോട്. എന്തുകൊണ്ടാണ് മോവാബ്യരോട് ദൈവത്ര കഠിനമായി പെരുമാറാൻ കാര്യം? നമ്മൾക്ക് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. തന്റെ സ്വന്തം സഹോദരങ്ങൾ അടുത്തുണ്ടായിട്ടും ശത്രു ഒന്ന് ആക്രമിച്ചപ്പോൾ അവരും കൂടെ എന്ത് ചെയ്തു? ഇസ്രായേലിനെ ആക്രമിക്കാൻ കൂടെ നിന്നുകൊണ്ട് ഇവിടെ പറയുകയാണ്, സഫന്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ സകല ജാതികളെയും തകർത്ത് കളയുന്ന കൂട്ടത്തിൽ നിങ്ങളെയും തകർക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ വായിക്കുമ്പോൾ നമ്മൾ അസീറിയയെ തകർക്കുന്ന വായിക്കാൻ കഴിയുന്നുണ്ട്. അസീറിയ അവിടെ പറയാണ്, ഞാൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും, നിനവയും ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവും ഞാൻ ആക്കും. അപ്പൊ സകല ജാതികളിലേക്കും ദൈവം തന്നെ ശിക്ഷ അയക്കുന്നതാണ് നമുക്ക് രണ്ടാമത് കാണാൻ കഴിയുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ 15 വരെ. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ വീണ്ടും അകത്തേക്ക് വരികയാണ്. പുറത്തുള്ള ജാതികൾ കഴിഞ്ഞിട്ട് യെരുശലേമിനോട് പറയുകയാണ്. യെരുശലേമിനോട് പറയുന്നതിൽ പരമപ്രധാനമായ ഒരു വാക്കുണ്ട്. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നിന്റെ 12, ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. തൊട്ട് മുകളിലത്തെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരുമായതുകൊണ്ട്, അതിലെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയത് കൊണ്ട്, ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നതുകൊണ്ട്. 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ യെരുശലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 3:2 നിങ്ങൾ നോക്കിക്കേ. 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, അവൾ വാക്ക് കേട്ടനുസരിച്ചില്ല, പ്രബോധനം കൈക്കൊണ്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തന്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടില്ല. അതിനകത്ത് പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങളായി മാറി, അതിന്റെ ന്യായാധിപതികൾ വൈകുന്നേരത്തെ ചെന്നായ്ക്കളായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെല്ലാം സിംഹം ചെന്ന ആയെന്നല്ല, ആ സ്വഭാവമായി മാറി. ഇന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ചെന്നായ്ക്കൾ എന്താ? ഒരു ഇരയെ കണ്ടാൽ കൂട്ടം കൂടി ആക്രമിക്കും. അവരാക്രമിക്കുന്ന ഇര ചത്തു വീഴുന്നതിന് മുമ്പേ പകുതിയും എന്ത് ചെയ്യും? അവർ തിന്നുകളയും. ഒരു ആടിനെയൊക്കെ കിട്ടിയാൽ, ഒരു മാനിനെ കിട്ടിയാൽ, ആ മാൻ ചാവുന്നതിന് മുമ്പേ അവർ പകുതി കയ്യും കാലും ഒക്കെ എന്ത് ചെയ്യും? തിന്നുകളയും. ഇന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? നോക്കൂ, അതുകൊണ്ട് പറയുകയാണ്, ഞാൻ യെരുശലേമിനെ എന്ത് ചെയ്യാൻ പോകുന്നു? ശിക്ഷിക്കാൻ പോകുന്നു. യെരുശലേമിനെ കുറിച്ചുള്ള ന്യായവിധി. ഇതെല്ലാം കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ ഒരു ശേഷിപ്പിനെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. 3-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ ചിതറിപ്പോയവരുടെ ഒരു മടങ്ങി വരവാണ്. ചിതറിപ്പോയ ചരിത്രം നമുക്ക് നല്ലവണ്ണം അറിയാം. ബാബേലോൺ ആക്രമിച്ചു, അസീറിയ ആക്രമിച്ചു, ശമര്യർ ആക്രമിച്ചു, ഫെലിസ്ത്യർ ആക്രമിച്ചു. ഈ ആക്രമിക്കാൻ വന്നവരെല്ലാം യെരുശലേമിൽ കയറി വരികയും അവിടെ നിന്ന് ആൾക്കാരെ പ്രവാസികളായി കൊണ്ടുപോയി. അതിനകത്തു നിന്ന് ഒരു കൂട്ടം
3-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒരു കൂട്ടർ എന്ത് ചെയ്തു? അവർ തിരികെ വന്നു. ഈ തിരികെ വന്ന ജനത്തെ അവരെങ്ങനെ തിരികെ വന്നത്? മാനസാന്തരപ്പെട്ട് അവർ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാണ് അവർ തിരിച്ചു വന്നത്. ആ തിരിച്ചു വന്ന ആ കൂട്ടത്തെ യെരുശലേമിൽ അവർ പുനഃസ്ഥാപിച്ചു എന്ന വചനം എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തു. കാരണം ഇസ്രായേലിനെ ബാബിലോൺ ആക്രമിച്ചു കൊണ്ടുപോയി. ബാബിലോൺ ആക്രമിച്ചു കൊണ്ടുപോകുമ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ബാബിലോണിൽ നിന്ന് ഒരു വലിയ കൂട്ടം ഇസ്രായേലിൽ വന്ന് താമസിക്കുകയും ചെയ്തു. ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് അവർ ഇസ്രായേലിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വലിയ വീടുകൾ വെച്ചു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കി, ബാക്കി കെട്ടിടത്തിന്റെ പണികളൊക്കെ അവരെ ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജനം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ കുറച്ചുപേര് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവരെ ദൈവം ഈ ഫെലിസ്ത്യർ പണിത, ബാബിലോണ്യർ പണിത, അശൂര്യർ പണിത കെട്ടിടത്തിൽ താമസിപ്പിച്ചു. മാനസാന്തരപ്പെട്ട് വന്നവർക്ക്, തെറ്റ് തിരുത്തി വന്നവർക്ക്, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് മടങ്ങി വന്നവർക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസം ദൈവം മടക്കി കൊടുത്തു. അപ്പൊ ഈ പുസ്തകത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്, പ്രാരംഭത്തിൽ കടിച്ചു കീറുന്ന സിംഹത്തെ പോലെ നിന്ന അതികഠിനമുള്ള ന്യായാധിപനായിട്ടാണ് നമുക്ക് സെഫന്യാവിന്റെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് കർത്താവിനെ കാണാൻ കഴിയുന്നതെങ്കിൽ അവസാന അധ്യായങ്ങളിലേക്ക്, വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കരുണയുള്ള പിതാവിനെ പോലെ, എത്ര കുരുത്തക്കേട് കാണിച്ച മകനായാലും ശിക്ഷിച്ചാലും തന്നെ അവനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മുടെ പിള്ളേരെയൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ തല്ലാറുണ്ടല്ലേ? ഒരടിയൊക്കെ കൊടുത്ത്, നമുക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മൾ അടിയൊക്കെ കൊടുത്ത് വിടും. കുറച്ച് കഴിയുമ്പോൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കത്തില്ലേ? എന്നതുപോലെ ആദ്യത്തെ അധ്യായങ്ങളിൽ യഹൂദയ്ക്കെതിരായി, ജാതികൾക്കെതിരായി, യെരുശലേമിനെതിരായി ന്യായവിധിയുടെ ഒരു തീജ്വാല തുറന്നു വിട്ട കർത്താവ് അവർ തെറ്റ് തിരുത്തിയപ്പോൾ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹനിധിയായ പിതാവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകയും ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെ കീർത്തിയും പ്രശംസവുമാക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം എന്തായിരുന്നു? നാണമില്ലാത്ത ജാതിയെ, നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിരുപോലെ പാറിപ്പോകുന്നു, യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞ് അതികഠിനമായി ശവിക്കുന്ന, കോപിച്ചു നിൽക്കുന്ന ഒരു ദൈവത്തെയും, 3-ാം അധ്യായത്തിന് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്നേഹത്തോടെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതികളോടും യഹൂദയ്ക്കെതിരായും ജാതികൾക്കെതിരായും വിശേഷാൽ യെരുശലേമിനെതിരായും സംസാരിക്കുന്ന കർത്താവും അവരെ ശിക്ഷയുടെ പരിണിതഫലമായി ഒരു മടങ്ങി വരുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ അവരെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുന്ന, ഇസ്രായേലിനെ തിരിച്ചവിടെ അവരുടെ രാജ്യത്തിൽ പാർപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് സെഫന്യാ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് ഹഗ്ഗായിലേക്ക് പോകാം. ഹഗ്ഗായി പുസ്തകത്തിൽ നമുക്ക് ഈ മുഖവര മാത്രം ഞാൻ പറഞ്ഞ് വിടുകയാണ്. അതിനകത്ത് വലിയ സന്ദേശങ്ങൾ പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, ഹഗ്ഗായി.
ഹഗ്ഗായി, സഖരിയാവ്, മലാഖി എന്നിവർ ബാബേൽ പ്രവാസത്തിന് ശേഷം വന്ന പ്രവാചകന്മാരാണ്. ഹഗ്ഗായി, സഖരിയാവ്, മലാഖി എന്നിവർ പ്രവാസത്തിന് ശേഷം, ബാബേൽ പ്രവാസത്തിന് ശേഷം ഉണ്ടായിരുന്ന പ്രവാചകന്മാരാണ്. പേർഷ്യൻ രാജാവായ കോരശ് ബാബിലോൺ പിടിച്ചെടുത്തപ്പോൾ തന്റെ ഭരണം ഉറപ്പാക്കാൻ വേണ്ടി താൻ തിരക്കുള്ളവനായിരുന്നു. എന്നാൽ തന്റെ ഭരണം ഒരു വർഷമായപ്പോൾ യഹൂദന്മാരെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ കോരശ് അനുവദിച്ചു. ഇതെവിടെയാണെന്നറിയാമോ? ദാനിയേൽ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോ 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ബാബേൽ ഒരു വലിയ വിരുന്ന് നടക്കുന്നുണ്ട്. അത് പറയാൻ ഒത്തിരി ചരിത്രമുണ്ട്. ബാബിലോണിൽ ഒരു വലിയ വിരുന്ന് നടന്നു. അപ്പോ അന്ന് ആലയത്തിൽ നിന്ന് കൊണ്ടുപോയ ആ കാലത്ത് വിരുന്ന് നടക്കുന്ന സമയത്ത് ഇസ്രായേൽ എവിടെ പ്രവാസികളാണ്? ബാബേലിൽ പ്രവാസികളാണ്. ആ ബാബേലിൽ പ്രവാസത്തിൽ കിടക്കുമ്പോഴാണ് ബാബിലോണിൽ ഒരു വലിയ വിരുന്ന് നടന്നു. വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന് ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും താൻ അതിൽ വീഞ്ഞു ഒഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു കരം വെളിപ്പെട്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, മെനെ മെനെ തെക്കേൽ ഉഫർസീൻ, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭാഗിച്ച് ഞാൻ മേദ്യർക്കും പാർസികൾക്കും കൊടുക്കും. ആ രാത്രിയിൽ തന്നെ, അവിടെ ആ പുസ്തകത്തിന്റെ അധ്യായത്തിന്റെ അവസാന വാക്ക് എഴുതിയിരിക്കുന്നു, ആ രാത്രി തന്നെ ബെൽസസർ കൊല്ലപ്പെട്ടു. മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ ഭരണകർത്താവായ കോരശ് ഭരണം ആരംഭിച്ചു. നമുക്ക് ദാനിയേൽ പ്രവചനം വായിക്കുമ്പോ ഒരു ബിംബത്തെ സ്വപ്നം കാണുന്നുണ്ട്. നെബൂഖദ്നേസർ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും താമ്രം കൊണ്ടും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ രൂപം വരുന്നുണ്ട്. നമുക്കത് ഇന്ന് പറയാൻ പോയ ബാക്കി പുസ്തകത്തിലേക്ക് പോകാൻ പറ്റുകയില്ല. അപ്പൊ ആദ്യം കണ്ട സ്വർണം കൊണ്ടുള്ള തല, തങ്കം കൊണ്ടുള്ള തല, അത് ബാബിലോൺ രാജ്യമാണ്, ബാബേൽ രാജ്യമാണ്. ഈ ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ അത് അവസാനിച്ചു. ആ രാജ്യം രണ്ടായി. മേദ്യ പേർഷ്യ എന്ന് പറയുന്ന 2 രാജാക്കന്മാർ ആ രാജ്യഭരണം ഏറ്റെടുത്തു. അതാണ് രണ്ട് കൈ കണ്ടത്. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞു വിടുക. അപ്പൊ ഈ യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായം നിങ്ങൾ എടുത്തേ. യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, 45-ന്റെ 1, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാർ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും അവൻ അവന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇത് യെശയ്യാവ് പറഞ്ഞ ഒരു പ്രവചന ദൂത. ഇത് നിവൃത്തിയായത് ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിലാണ്. അവിടെ രാജാവും തന്റെ പരിവാരങ്ങളും വലിയ വിരുന്നൊരുക്കി സകലരും വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചിരിക്കുന്ന അന്ന് ഈ ബാബേൽ കോട്ട അടയ്ക്കാൻ ഇവര് മറന്നുപോയി. ബാബേൽ കോട്ട അടയ്ക്കാൻ മറന്നുപോയി. ഒരു പുസ്തകത്തിൽ വായിച്ചത്, അനേകം ആനകൾ ചേർന്ന് വലിച്ചാണ് ആ കോട്ടവാതിൽ അടച്ചിരുന്നതെന്നാണ്. അത്രയ്ക്ക് വലിയ വാതിലാണ്. അന്ന് വൈകുന്നേരം അവർ അടച്ചില്ല. അന്ന് വൈകുന്നേരം കോട്ടയ്ക്ക് വെളിയിൽ യുദ്ധത്തിന് തയ്യാറായിരുന്ന കോരശിന്റെ നേതൃത്വത്തിൽ മേദ്യ പേർഷ്യ രാജ്യം ബാബേലിനെ ആക്രമിച്ചു. അവരെ കൊന്നുകളഞ്ഞു. ബാബേൽ സാമ്രാജ്യം തകർത്തു. അങ്ങനെ മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന കോരശ് ഭരണം ആരംഭിച്ചു. കോരശ് ഭരണം ആരംഭിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുപോയിരിക്കുന്ന യഹൂദന്മാരെ എല്ലാം സ്വന്തം നാട്ടിലേക്ക് അവർ തിരിച്ചയച്ചു. നിങ്ങൾ പോയിക്കാൻ പറഞ്ഞു. തന്റെ രാജ്യം വിസ്തൃതമാക്കാൻ വേണ്ടി, തന്റെ പേര്
വലുതാക്കാൻ വേണ്ടി കോരശ് എന്ത് ചെയ്തു? ഇവരെ എല്ലാം സ്വദേശത്തേക്ക് മടക്കി വിട്ടു. ആ മടക്കി വിട്ടതിന്റെ ഒരു ശേഷിപ്പ് വന്ന് എസ്രയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യെരുശലേമിൽ ആലയത്തിന് അടിസ്ഥാനമിട്ടു ആദ്യം വന്നവര് എസ്രയുടെ പുസ്തകത്തിൽ. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എതിർപ്പ് കൊണ്ട് ആ പണി മുടങ്ങിപ്പോകുന്നു. ഈ എസ്രയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ യെരുശലേമിലെ ആലയത്തിന് അടിസ്ഥാനമിട്ടതിനും 14 വർഷം കഴിഞ്ഞിട്ട് പ്രവാചകന്മാരിൽ മുമ്പന്മാരായ ഹഗ്ഗായിയും സെഖര്യാവിനെയും യെരുശലേമിലേക്ക് കോരശ് പറഞ്ഞു വിട്ടു, പ്രവാസത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവര് വന്നിട്ട് ആലയത്തിന് പണി ആരംഭിക്കുകയും തകർന്നു കിടന്ന യാഗപീഠങ്ങളെ പുതുക്കി പണിയുകയും ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരാധന ആരംഭിക്കുകയും ചെയ്തു. അപ്പോ ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാരെ പല ഘട്ടങ്ങളിലായി അവർ തിരിച്ചുവിട്ടു. തിരിച്ചുവിട്ട കൂട്ടത്തിനകത്തുള്ള പ്രവാചകന്മാരായിരുന്നു ആരൊക്കെ? ഹഗ്ഗായി, സെഖര്യാവ്, മലാഖി. ഓക്കെ, ഏകദേശം BC 520 ഹഗ്ഗായി തന്റെ ശുശ്രൂഷ നടത്തിയത്. ഏകദേശം BC 520 താൻ എന്ത് ചെയ്തത്? ശുശ്രൂഷിച്ചത്. ഈ ഹഗ്ഗായിയെ പറ്റി മറ്റുള്ള തെളിവുകളൊന്നും നമുക്ക് പുസ്തകത്തിൽ നിന്നോ എങ്ങൊന്നും ലഭിക്കുന്നില്ല. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളതായ തെളിവുകളൊന്നും ഹഗ്ഗായി പ്രവാചകനെ പറ്റി നമുക്ക് ലഭിക്കുന്നില്ല. വേറൊരു ഭാഗത്ത് ഒരു പഠിതാവ് പറയുന്നത് ഏകദേശം BC 538 പേർഷ്യയിലെ കോരശ് രാജാവ് യഹൂദന്മാരെ സ്വദേശത്തേക്ക് മടക്കി അയച്ച കൂട്ടത്തിൽ ഇസ്രായേലിലേക്ക് വന്ന് അവിടെ ആലയം പണിയുവാനും അവിടെ ഇടിഞ്ഞുകിടന്ന യാഗപീഠം പുതുക്കി പണിയുവാനും മുൻപന്തിയിൽ നിന്ന പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു ഹഗ്ഗായി എന്ന് ചില വേദ പഠിതാക്കൾ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിനകത്ത് പരമാധികാരമായി അല്ലെങ്കിൽ ഏറ്റവും പരമപ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു പദമെന്ന് പറയുന്നത് ആലയത്തിന്റെ പുനഃസ്ഥാപനത്തെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമോ, യഹൂദന്മാരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് അവർ ആലയം പണിയുക എന്നുള്ളതാണ്. അവർ തിരികെ വന്നിട്ട് അവരുടെ മുന്തിരിത്തോട്ടങ്ങൾ വലുതാക്കുകയോ ഒന്നും ആയിരുന്നില്ല. പിന്നെയോ ആലയം പണിയുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ ആലയത്തിനു വേണ്ടി നിന്നതുകൊണ്ട് അവരുടെ പട്ടണങ്ങളെയും ദൈവം പണിയാനിടയായി. ഇനി ഹഗ്ഗായി എന്ന പേരിന്റെ അർത്ഥം യഹോവയുടെ ഉത്സവം എന്നാണ്. യഹോവയുടെ ഉത്സവം എന്നാണ്. യഹോവയുടെ ഉത്സവം എന്നാണ്. ഇനി ഇതിന്റെ പുസ്തക വിഭജനം. ഓക്കെ, ഒന്നാം സന്ദേശം
ഒന്നാം സന്ദേശം അധ്യായം 1. ഒന്നാം സന്ദേശം എഴുതിയിട്ട് ആലയം പുനർനിർമ്മിക്കാനുള്ള ആഹ്വാനം. ആലയം പുനർനിർമ്മിക്കാനുള്ള ആഹ്വാനം. അധ്യായം 1. ഒന്നാം സന്ദേശം ആലയം പുനർനിർമ്മിക്കാനുള്ള ആഹ്വാനം. അധ്യായം 1. രണ്ടാം സന്ദേശം. രണ്ടാം സന്ദേശം ഒരു ചെറിയ ഹൈഫൻ ഇട്ടിട്ട് എഴുതണം. മന്ദിരത്തിന്റെ ഭാവി. മന്ദിരത്തിന്റെ ഭാവി 2:1 മുതൽ 9 വരെ. മുതൽ 9 വരെ. 3. മൂന്നാം സന്ദേശം. പുരോഹിതന്മാരോടുള്ള സന്ദേശം. 4 സന്ദേശം ഒരു മശിഹാ പ്രവചനം. 4 സന്ദേശം ഒരു മശിഹാ പ്രവചനം 2:20 മുതൽ 23 വരെ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ഒന്നാം അധ്യായത്തിലാണ്. ഒന്നാം അധ്യായത്തിൽ ആലയം പുനർനിർമ്മിക്കാനുള്ള ആഹ്വാനമാണ് ഹഗ്ഗായി പ്രവാചകൻ കൊടുക്കുന്നത്. നമുക്ക് ആലയം പുതുക്കി പണിയണം എന്ന് പറഞ്ഞ് ജനത്തെ അവരെന്ത് ചെയ്യുന്നു? ഒന്ന് പ്രബോധിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2:1 മുതൽ 9 വരെ ആലയത്തിന്റെ ഭാവിയെ പറ്റി, മന്ദിരത്തിന്റെ ഭാവിയെ പറ്റി, മന്ദിരത്തിന്റെ മേലെടുത്ത് ആലയത്തിന്റെ ഭാവി മഹത്വത്തെ പറ്റി ജനത്തെ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാം അധ്യായത്തിന്റെ 10 മുതൽ 19 വരെ പുരോഹിതന്മാരുടെ സന്ദേശമാണ്. ആലയം പണിത് കഴിയുമ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാർ എങ്ങനെ ശുശ്രൂഷിക്കണം, എങ്ങനെ പുരോഹിതന്മാർ ദൈവത്തെ ഭയപ്പെടണം, ആരാധനയ്ക്ക് എങ്ങനെ നേതൃത്വം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് 2:10 മുതൽ 19 വരെ. അത് കഴിഞ്ഞ് 4-ാമത്തെ ഭാഗമാണ് നമ്മൾ വെച്ച് 4-ാം സന്ദേശം ഒരു മശിഹായുടെ പ്രവചനമാണ്. മശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മശിഹ വരുന്നു എന്ന് പറഞ്ഞ് ദാവീദ് രാജ്യത്തിന്റെ പട്ടണത്തിന്റെ ഒരുക്കത്തെ പറ്റി, ദാവീദിന്റെ പട്ടണം മടങ്ങി വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് മശിഹായുടെ വരവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് അതിന്റെ അവസാന ഭാഗം. 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള ഭാഗങ്ങൾ. ഇനി അടുത്തത് ആലയത്തെ കുറിച്ചുള്ള എരിവ് പറയുന്നുണ്ട്. ആലയത്തിന്റെ സ്ഥിതി ഇത്ര മോശമായി കിടക്കുമ്പോൾ, ദൈവത്തിന്റെ പെട്ടകം തിരശീലകൾക്ക് പിന്നിലിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ കിടക്കാൻ പാടില്ല, തട്ടിട്ട വീടുകളിൽ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആലയം പുനർനിർമ്മിക്കാനുള്ള പ്രവാചകന്റെ ശബ്ദമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആലയം പണിയണം, ആലയം പണിയണം എന്നുള്ള ഒറ്റ ദൂത് മാത്രമാണ് താൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഹഗ്ഗായി പ്രവാചകനിൽ ദൈവം നിയോഗിച്ചിരുന്ന ഒറ്റ കാര്യമെന്ന് പറയുന്നത് മടങ്ങി വന്ന് ഹഗ്ഗായും സെഖര്യാവും മലാഖിയും ഒറ്റ കാര്യമാണ് ചെയ്യുന്നത്: ആലയം പണിയുകയും മതിലുകൾ പണിയുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രവാചകന്മാരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ പുസ്തകത്തിലെ താക്കോൽ വാക്യങ്ങൾ ഒന്നാം അധ്യായം 7-8 വാക്യങ്ങളും 1:7-8, 2:4-7,
ഇനി സെഖര്യാവ്. നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നു, സമയം തീർന്നു. ഇനി സാർ നമുക്കൊരു ഗ്രേസ് പീരീഡ് തന്നേക്കുക, വേഗത്തിൽ ഓടി തീർക്കണം. നമുക്ക് സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് വേഗത്തിൽ വരാം. സെഖര്യാവിന്റെ പുസ്തകം എത്ര അധ്യായമുണ്ട്? 14 അധ്യായങ്ങളുണ്ട് അല്ലേ? നമുക്കത് ഒറ്റ വാക്കിൽ തീർക്കണം. സെഖര്യാവും മലാഖിയും ഈ 2 പുസ്തകങ്ങൾ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി പറഞ്ഞു തുടങ്ങുന്ന പുസ്തകങ്ങളാണ്. നമുക്കറിയാം, മലാഖി പ്രവാചകന് ശേഷം പിന്നെ 400 വർഷം യാതൊരു വെളിപ്പാടും ദർശനമില്ലാത്ത ഇരുണ്ട കാലഘട്ടം ആരംഭിക്കുകയാണ് മലാഖിക്ക് ശേഷം. അപ്പൊ അതിനു മുമ്പ് മശിഹയെ കുറിച്ച് പറഞ്ഞു വെച്ച് തുടങ്ങുന്ന, പറഞ്ഞ് ഒരു ന്യായവിധി ഭൂമിയിൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന 2 പുസ്തകങ്ങളാണ് സെഖര്യാവും മലാഖിയും. സെഖര്യാവ് എന്ന വാക്കിന്, സെഖര്യാവ് എന്ന പേരിന് യഹോവ ഓർക്കുന്നു എന്നാണ് അർത്ഥം. യഹോവ ഓർക്കുന്നു. യഹോവ ഓർക്കുന്നു. യഹോവ ഓർക്കുന്നു എന്ന പേര് വരാൻ കാര്യം, അല്ലെങ്കിൽ ഈ പേരിടാൻ കാര്യം, കഴിഞ്ഞ 70 വർഷമായി ബാബിലോണിൽ ഇസ്രായേൽ പ്രവാസത്തിൽ കിടക്കുക. അപ്പൊ യഹോവ ഞങ്ങളെ ഓർക്കുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ വെച്ച് നാമകരണം ചെയ്യപ്പെട്ട, അവിടെ വെച്ച് പേരിടൽപ്പെട്ട ദൈവം ഞങ്ങളെ ഓർക്കുന്നു എന്ന് ഈ പേരിടാൻ കാരണം, അവരെ പ്രവാസത്തിലേക്ക് മടക്കി വിടുന്ന കാലഘട്ടത്തിൽ ഈ പ്രവാചകന്റെ ആൾക്കാരും പ്രവാചകന്മാരും ആ കൂട്ടത്തിൽ പെട്ടതുകൊണ്ട് 2ാമത് നാമകരണം ചെയ്യപ്പെട്ട പേരാണ് എന്നാണ് ചില വേദപണ്ഡിതാക്കൾ പറയുന്നത്. മുൻപ് വേറെന്തോ പേരായിരുന്നെന്നും പ്രവാസത്തിലേക്ക് മടങ്ങിപ്പോരുന്ന സമയത്ത് ഈ പേര് നാമകരണം ചെയ്യപ്പെട്ടു എന്ന് ചില വേദപണ്ഡിതാക്കൾ പറയുന്നുണ്ട്. യഹോവ ഞങ്ങളെ ഓർത്തു എന്ന് പറഞ്ഞ് ആ പേരിട്ടു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ പുസ്തകം എഴുതിയ കാലഘട്ടം ഏകദേശം BC 516 ഈ പുസ്തകം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം BC 516 ഈ പുസ്തകം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. താക്കോൽ വാക്യങ്ങൾ 4:6, 9:9. ഇനി വിഷയവിഭജനം. എഴുതിയോ? വിഷയവിഭജനം. ഒന്ന് മാനസാന്തരത്തിനുള്ള വിളി. മാനസാന്തരത്തിനുള്ള വിളി 1:1 മുതൽ 6 വരെ. മാനസാന്തരത്തിനുള്ള വിളി 1:1 മുതൽ 6 വരെ. 2, ആലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള 8 ദർശനങ്ങൾ. ആലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള 8 ദർശനങ്ങൾ 1:7 മുതൽ 6:8 വരെ.
കിട്ടിയോ? അതിനകത്ത് നിങ്ങൾ നോക്കണം, 1:7 മുതൽ 17 ചുവന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവൻ, പിന്നെ 1:18 4 കൊമ്പുകളും 4 കൊല്ലന്മാരും, 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അളവുനൂൽ പിടിച്ചിരിക്കുന്ന പുരുഷൻ, 3-ാം അധ്യായത്തിൽ മഹാപുരോഹിതനായ യോശുവ, പിന്നെ 4-ാം അധ്യായത്തിലേക്ക് പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടും 2 ഒലിവ് വൃക്ഷങ്ങളും, 5-ാം അധ്യായത്തിൽ പാറിപ്പോകുന്ന ഒരു ചുരുൾ, 5-ാം അധ്യായത്തിന്റെ 5 മുതൽ വാക്കുമ്പോൾ ഏഫായ്ക്കകത്തുള്ള ഒരു സ്ത്രീ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 രഥങ്ങൾ. ഇങ്ങനെ അടങ്ങുന്ന 8 ദർശനങ്ങളാണ് ആലയ നിർമ്മാണത്തിന് വേണ്ടി അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനത് നോട്ട്സിനകത്ത് എഴുതിയിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. 3, മഹാപുരോഹിതനായി യോശുവയുടെ കിരീടധാരണം. മഹാപുരോഹിതനായി യോശുവയുടെ കിരീടധാരണം 6:9 മുതൽ 15 വരെ. 6:9 മുതൽ 15 വരെ. അടുത്തത് 4, ബാബേലിൽ നിന്നുള്ള നിവേദക സംഘം. ബാബേലിൽ നിന്നുള്ള നിവേദക സംഘം. ബ്രാക്കറ്റ് എഴുതിക്കൊള്ളുക. ഉപവാസത്തെ കുറിച്ചുള്ള അന്വേഷണം. ഉപവാസത്തെ കുറിച്ചുള്ള അന്വേഷണം. 7ഉം 8ഉം അധ്യായങ്ങൾ. 7ഉം 8ഉം അധ്യായങ്ങൾ. അടുത്തത് 5, മശിഹായുടെ പ്രഥമ ആഗമനത്തെ കുറിച്ചുള്ള അരുളപ്പാട്. മശിഹായുടെ പ്രഥമ ആഗമനത്തെ കുറിച്ചുള്ള അരുളപ്പാട്. വേഗത്തിൽ നിർത്താം. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. 9 മുതൽ 11 വരെ. അടുത്തത് മശിഹായുടെ 2ാം വരവ്. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് റെക്കോർഡ് ചെയ്ത് നമുക്ക് പിന്നീട് നിങ്ങൾക്കത് കേൾക്കാം. ഇനി ശ്രദ്ധിക്കണേ, എഴുതി നിങ്ങൾ പോകരുത്. മശിഹയുടെ പ്രഥമ ആഗമനത്തെ കുറിച്ച് പറയുമ്പോൾ മശിഹ ആദ്യം വരുന്നത് എവിടെ, എപ്പോൾ വരുന്നു എന്ന് വ്യക്തമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സഖരിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ മശിഹ സിയോനിലേക്ക് വരുന്നു എന്നും നിരായുധീകരണവും സാർവത്രിക സമാധാനം നൽകാനാണ് അവൻ വരുന്നതെന്നും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ് അവൻ വരുന്നതെന്നും ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇനി മശിഹ സത്യയിടയനായി ജനത്തിനിടയിലേക്ക് വരുന്നു എന്ന് നമുക്ക് 11-ാം അധ്യായത്തിന് 4 മുതൽ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി 11-ാം അധ്യായത്തിൽ തന്നെ 9 മുതൽ 14 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ മശിഹ സ്വന്തം ജനത്താൽ തള്ളപ്പെടുമെന്നും, അതുകൊണ്ടാണ് പ്രവചനം നിവൃത്തിയായത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവൻ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല എന്ന് പ്രവചനം നിവൃത്തിയാകത്തക്ക രീതിയിൽ ഇവിടെ 11-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ എന്ത് ചെയ്തില്ല, മശിഹയെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തതിന്റെ പരിണിതഫലമായി നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് നമുക്ക് 11-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ, സെഖര്യാവിന്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. 12 മുതൽ 14 വരെയുള്ള പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മശിഹയുടെ 2ാമത്തെ വരവും ജാതികളുടെ ശേഷിപ്പും പിന്നെ മശിഹയെ തള്ളിയതോർത്ത് ജനം കരയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഒരു വലിയ പ്രക്രിയയാണ്. തന്റെ സഭ എടുക്കപ്പെട്ട ശേഷം 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണമായിരിക്കും ഭൂമിയിൽ. ആദ്യത്തെ 3.5 വർഷം യഹൂദന് അനുകൂലമായിട്ടും അവസാനത്തെ 3.5 വർഷം യഹൂദന്മാർക്കും സകലർക്കും എതിരായിട്ടും എതിർ ക്രിസ്തുവിന്റെ ഭരണവും. ആ എതിർ ക്രിസ്തുവിന്റെ ഭരണം 7 വർഷം തികയുമ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുമായി യെരുശലേമിന്റെ വടക്കുള്ള ഒലിവ് മലയിൽ കാല് ചവിട്ടുന്നതും ഒലിവ് മല 2ആയി പിളർന്നു മാറുന്നതും
ഒക്കെ നമുക്ക് സഖര്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒലിവുമല രണ്ടായി പിളർന്നു മാറുകയും അവിടെ ഒരു വലിയ താഴ്വര ഉടലെടുക്കുകയും ആ താഴ്വരയിൽ വെച്ച് ശത്രുവിനോടുള്ള യുദ്ധം നടക്കുകയും യഹോവത്തിന്റെ വായിലെ ശ്വാസത്താൽ അവരെ തകർത്ത് കളയുകയും തന്റെ മണവാട്ടി സഭയുമായി കിദ്രോൻ തോട് കടന്ന് യെരൂശലേമിലേക്ക് വന്ന് തന്റെ സിംഹാസനമിട്ട് 1000 ആണ്ട് വാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് സഖര്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സമയത്ത് മണവാട്ടിയായിരിക്കും നമ്മൾ, സഭ എവിടെയായിരിക്കും? മണവാളനായ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് യെരൂശലേമിൽ വാഴണം. അതിനുശേഷമുള്ള ന്യായവിധി ഒക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? സഖര്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സഭയ്ക്കിന് നടക്കാൻ പോകുന്ന, ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ വ്യക്തമായി പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. മശിഹ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച്, ഏതാ 1-ാമത്തെ വരവിൽ അവൻ 33 വയസ്സിൽ ക്രൂശിക്കപ്പെടുന്നില്ലേ, അതിനെപ്പറ്റി, അതിനുശേഷം ജാതികൾക്കുള്ള ന്യായവിധി, അവന്റെ മടങ്ങിവരവ്, ആ മടങ്ങി വരുമ്പോൾ യഹൂദ ജനത്തിനുണ്ടാകുന്ന സംഭവങ്ങൾ, 1,44,000 പേർ മുദ്രയിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? സഖര്യ പുസ്തകത്തിൽ, സഖര്യ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 12 മുതൽ 14 വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പരമപ്രധാനമായി ഇന്നു മുതൽ സഖര്യ പ്രവാചന പുസ്തകം 12 മുതൽ 14 വരെ നിങ്ങൾ ഗഹനമായി വായിക്കുകയും ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ പ്രധാനമായി നോട്ട് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇനി മലാക്കി പ്രവാചന പുസ്തകം. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം 39-ാം പുസ്തകമാണ് മലാക്കി പുസ്തകം. 4 അധ്യായങ്ങളും 55 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് മലാക്കി. 4 അധ്യായങ്ങളും 55 വാക്യങ്ങൾ. മലാഖി എന്ന പേരിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ്. എന്റെ ദൂതൻ. മലാഖി എന്ന വാക്കിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ്. ഈ മലാഖിയുടെ കാലം, മലാഖി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നും കൃത്യമായി നമുക്ക് ഒരു ഡേറ്റ് പറയാൻ, ഒരു തീയതി പറയുവാൻ, അല്ലെങ്കിൽ ഒരു വർഷം പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. മലാഖി അവസാനത്തെ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ സഖര്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് പ്രവചിച്ചിരുന്നു, മടങ്ങി വന്നു, പ്രവാസത്തിൽ മടങ്ങി വന്നു എന്നൊക്കെ പറയുന്നെങ്കിലും മലാഖിയുടെ മറ്റൊരു വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. മലാഖിയുടെ ചരിത്രങ്ങളോ, അല്ലെങ്കിൽ മലാഖി എവിടെ നിന്ന് വന്നെന്നോ, അല്ലെങ്കിൽ എന്താണ് മലാഖിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വ്യക്തമായ ഒരു തെളിവുകൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇനി അടുത്തത് അതിന്റെ പ്രധാന വാക്യങ്ങൾ, മലാഖി പുസ്തകത്തിന്റെ പ്രധാന വാക്യങ്ങൾ. 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 4-5-6 വാക്യങ്ങൾ. 4-5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇതാണ് ഈ മലാക്കി പുസ്തകത്തിലെ പ്രധാന വാക്യം. ഇതിന്റെ പുസ്തക വിഭജനം കൂടെ നമുക്ക് വേഗത്തിൽ എഴുതിയിട്ട് ബാക്കി ചിന്തിക്കാം. പുസ്തക വിഭജനം. ഒന്ന്, ദൈവസ്നേഹത്തോട് പ്രതികരിക്കാൻ
പ്രതികരിക്കാനുള്ള ആഹ്വാനം. ഒന്ന്, ദൈവ സ്നേഹത്തോട് പ്രതികരിക്കാനുള്ള ആഹ്വാനം. ഒന്നിന്റെ 1 മുതൽ 5 വരെ. ദൈവസ്നേഹത്തോട് പ്രതികരിക്കാനുള്ള ആഹ്വാനം 1-ന്റെ 1 മുതൽ 5 വരെ. 2, നിർവ്യാജമായിരിക്കാനുള്ള ആഹ്വാനം. വ്യാജമില്ലാത്തവരായി ഇരിക്കാനുള്ള ആഹ്വാനം. അങ്ങനെ എഴുതിക്കോ, നിർവ്യാജം എന്ന് എഴുതുന്നുണ്ട്. വ്യാജമില്ലാത്തവരായി ഇരിക്കാനുള്ള ആഹ്വാനം. നമ്മുടെ തൊഴിലിൽ, നമ്മുടെ ദാനങ്ങളിൽ, നമ്മുടെ സേവനങ്ങളിൽ, നമ്മുടെ സമയങ്ങളിൽ, ഇതിലൊക്കെ എന്തുണ്ടാകാൻ പാടില്ല? വ്യാജം ഉണ്ടാകാൻ പാടില്ല. കള്ളം കാണിക്കരുത്. 1-ന്റെ 6 മുതൽ 14 വരെ. 1-ന്റെ 6 മുതൽ 14 വരെ. 3, ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഹ്വാനം. ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഹ്വാനം. 2-ന്റെ 1 മുതൽ 9 വരെ. ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഹ്വാനം 2-ന്റെ 1 മുതൽ 9 വരെ. അടുത്തത്, വിശ്വസ്തരായിരിക്കാനുള്ള ആഹ്വാനം. വിശ്വസ്തരായിരിക്കാനുള്ള ആഹ്വാനം 2-ന്റെ 10 മുതൽ 16 വരെ. വിശ്വസ്തരായിരിക്കാനുള്ള ആഹ്വാനം 2-ന്റെ 10 മുതൽ 16 വരെ. ഉടമ്പടിയോട്, ദൈവിക ഉടമ്പടിയോട് നമ്മൾ കൂറുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ദൈവജനത്തോട് നാം വിശ്വസ്തരായിരിക്കണം. ദൈവം നമുക്ക് തന്ന പങ്കാളികളോട് വിശ്വസ്തരായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം എന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ കാണുന്നത്. അടുത്തത് ലാസ്റ്റ്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനുള്ള ആഹ്വാനം. ലാസ്റ്റ് അല്ല, ഒന്നുകൂടെ ഉണ്ട്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനുള്ള ആഹ്വാനം. 2-ന്റെ 17 മുതൽ 3-ന്റെ 12 വരെ. എഴുതിയോ? അടുത്തത് ലാസ്റ്റ്, കണക്ക് തിട്ടപ്പെടുത്തുവാനുള്ള ആഹ്വാനം. കണക്ക് തിട്ടപ്പെടുത്തുവാനുള്ള ആഹ്വാനം. കണക്ക് തിട്ടപ്പെടുത്താനുള്ള ആഹ്വാനം. കണക്ക് തിട്ടപ്പെടുത്താനുള്ള ആഹ്വാനം 3-ന്റെ 13 മുതൽ 4-ന്റെ 6 വരെ. 4-ന്റെ 6 വരെ. ഇനി ഈ പുസ്തകത്തിന്റെ സവിശേഷത. ഈ പുസ്തകത്തിന്റെ സവിശേഷത 1, മലാഖി പഴയ നിയമത്തിന്റെ ചെറു സംഗ്രഹമാണ്. മലാഖി പഴയ നിയമത്തിന്റെ ചെറു സംഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ സംഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന 5 അടിസ്ഥാന സത്യങ്ങൾ പ്രവാചകൻ ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നു. പ്രവാചകൻ ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഒന്ന്, ദൈവം ഇസ്രായേലിനെ
തിരഞ്ഞെടുക്കുന്നത്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകങ്ങളിൽ തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത്. 2, ദൈവത്തിനെതിരായുള്ള ഇസ്രായേലിന്റെ ലംഘനം. 1, ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നു. 2, ദൈവത്തിനെതിരായുള്ള ഇസ്രായേലിന്റെ ലംഘനം. 3, മശിഹായുടെ വെളിപ്പാട്. മശിഹായുടെ വെളിപ്പാട്. മശിഹായുടെ വെളിപ്പാട്. 4, ജാതികളുടെ മേലുള്ള പീഡനം. ജാതികളുടെ മേലുള്ള പീഡനം. 5, ഇസ്രായേലിന്റെ അന്ത്യശുദ്ധീകരണം. ഭാവി കാലത്ത് ഇനി നടക്കാൻ പോകുന്നത് ഇസ്രായേലിന്റെ അന്ത്യശുദ്ധീകരണം. മനസ്സിലായോ? അപ്പം പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ തൊട്ട് മുൻപുള്ള സഖരിയ പ്രവാചകന്റെ പുസ്തകം വരെയുള്ള എല്ലാ ഭാഗങ്ങളും കൂടെ സംഗ്രഹിച്ച് പഴയ നിയമത്തിന്റെ സകല പുസ്തകത്തിന്റെയും 38 പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹമാണ് നമുക്ക് മലാഖിയിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നില്ലേ? ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ അവര് മറുതലിച്ചു പോകുന്നത് പ്രവാചകന്മാരുടെ കാലഘട്ടം, ന്യായാധിപന്മാരുടെ കാലഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മശിഹയുടെ വെളിപ്പാട് നമുക്കിപ്പോ വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില്, ദാനിയേൽ പ്രവചന പുസ്തകത്തിലൊക്കെ മശിഹയെ കുറിച്ചുള്ള വെളിപ്പാടുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ജാതികളുമേലുള്ള പീഡനം, നമ്മൾ തൊട്ട് മുമ്പുള്ള പുസ്തകം നമ്മൾ വായിച്ചതുപോലെ ചെറിയ പ്രവാചകന്മാർ നമ്മൾ വായിച്ചത് ജാതികളുമേലുള്ള പീഡനം. അത് കഴിഞ്ഞ് ഇസ്രായേലിന്റെ അന്ത്യശുദ്ധീകരണം. മാലാഖി പ്രവചന പുസ്തകം 4-ാം അധ്യായം തുടങ്ങുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്ന് പറഞ്ഞൊരു അന്ത്യശുദ്ധീകരണത്തെ കുറിച്ച്. ഇങ്ങനെ പഴയ നിയമത്തിലെ 38 പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ മലാഖി പുസ്തകം. അതിൽ പരമപ്രധാനമായിട്ടുള്ളത് അത് 4-ാമത്തെ അധ്യായമാണ്. 4-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്കിൽ നമ്മൾ വായിക്കുമ്പോൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും, വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവർ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ ന്യായവിധിയുടെ തുടക്കമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് മറന്നുപോകുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സകല മനുഷ്യർക്കും ചൂള പോലെ കത്തുന്ന ഒരു പരിശോധനയുടെ, ശിക്ഷയുടെ നാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ അവസാനിപ്പിച്ചിട്ട് പറയുന്നു, എങ്കിലും അതിന്റെ നടുവിലും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവ് ഒരു പ്രവാചകനെ അയക്കുന്നുണ്ട്, അതിൽ നിന്നൊരു ശേഷിപ്പിനെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി. ആ പ്രവാചകന്മാർ വന്ന് അന്ത്യകാലത്ത് പ്രസംഗിച്ചിട്ട് യഹൂദന്മാരിൽ ഏകദേശം 144,000 പേര് മുദ്രയിടപ്പെടുന്നുണ്ട്. ഈ പ്രവാചകന്മാർ വന്ന് പ്രസംഗിക്കുന്നതിന് പണ്ഡിതവലമ, അത് നിത്യതയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്ത ഒരു വരും കാലഘട്ടങ്ങളിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങി വയ്ക്കുന്ന ഒരു പുസ്തകമാണ് മലാഖി പ്രവാചകന്റെ പുസ്തകം. അതുകൊണ്ട്
ചൂള പോലെ കത്തുന്ന ഒരു ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ അതിനു മുൻപേ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എടുക്കപ്പെടും എന്ന് നമ്മൾ വചനം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ചൂള പോലെ കത്തുന്ന ദിവസം കാണാൻ വേണ്ടിയിരിക്കുകയല്ല, പിന്നെയോ എന്റെ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ക്രിസ്തുവിന്റെ സഭ അവരോട് എടുക്കപ്പെടുന്ന ആ പൊൻപുലരിയിൽ നമ്മളും അവിടെ കാണണം. ആ പ്രത്യാശയുള്ള കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഈ 9:30 സമയത്ത് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് വലിയ മണിമാളികൾ കെട്ടിപ്പണിത് ഇവിടെ താമസിക്കാനല്ല. നമ്മുടെയൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത് എന്റെ പ്രാണപ്രിയന്റെ ശബ്ദം എനിക്ക് ആകാശത്തിൽ മുഴങ്ങാൻ സമയമായി. കാലഘട്ടങ്ങളൊക്കെ അതിനൊക്കെ ഏകദേശമൊക്കെ സമയം അടുത്തിരിക്കുകയാണ്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഏത് നിമിഷവും അവൻ നമ്മുടെ അടുക്കിലേക്ക് വരാം. അവന്റെ കാഹള ശബ്ദം കേൾക്കാം. അവന്റെ മണവാട്ടി സഭയാകുന്ന നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് രൂപാന്തരപ്പെട്ട് കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെട്ട സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, കറുപ്പെന്ന് പറഞ്ഞ് മാറ്റി നിർത്താത്ത, കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താത്ത ഒരു വലിയ രാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എത്ര പ്രത്യാശയുണ്ട്! നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് തെളിയട്ടെ. 9:30 ക്ലാസിന്റെ സമയം ഒത്തിരി കഴിഞ്ഞു. പക്ഷെ പ്രത്യാശയോടെ ഞാൻ പറഞ്ഞു നിർത്താം. ഈ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം അവസാനം നമ്മൾ കൊണ്ടു നിർത്തുന്നത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലായിരിക്കണം. പ്രത്യാശയുണ്ടോ? എന്താ നമ്മുടെ പ്രത്യാശ? നമ്മുടെ പ്രാണപ്രിയന്റെ വരവിന് സമയം അടുത്തിരിക്കുമ്പോൾ, ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, പൗലോസും യാക്കോബും യോഹന്നാനൊക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ